നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത വലിയ വിവാദമായിരുന്നു ശ്വേതാ മേനോനെതിരെ. ആർക്കും അങ്ങനെ അറിയില്ല. പറയുന്ന സംഘടനയോ അയാളെ കുറിച്ചോ ആർക്കും അറിയില്ല. അങ്ങനെ ഒരാൾ വന്ന് ഒരു പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ പേരാണ് അതിന് പറയുന്നത്. ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണെന്നും പറയുന്നത് മാധ്യമപ്രവർത്തകർക്ക് ആർക്കും തന്നെ ഈ സംഘടനയെ കുറിച്ചോ അയാളെ കുറിച്ചോ അറിയില്ല. അയാൾ കൊടുത്ത പരാതി, ആ പരാതി ഏവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ആ പരാതി. അപ്പോ ഇപ്പോ ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് അനുസരിച്ച് ഹൈക്കോടതി ആ കേസ് റദ്ദ് ചെയ്തു. അതിന് തുടരന്വേഷണമോ ഒന്നും വേണ്ട, എല്ലാം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇതിന് പിന്നിൽ എന്തൊക്കെ കളികളാണ് ഇപ്പോൾ പലരും പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പിന്നല്ലാതെ ക്രൈം നന്ദകുമാറിന്റെ പേര് ആരോപിക്കുന്നുണ്ട്. അങ്ങനെ പല ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഒരു സ്ത്രീയെ കുറിച്ച് ഇത്ര വളരെ മോശമായിട്ടാണ്, ഇതിനേക്കാൾ മോശമായി ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സ്ത്രീകൾ, കാശുണ്ടാക്കുന്ന സ്ത്രീകൾ നിരവധിയാണ്. വളരെ പച്ചയ്ക്ക് തന്നെയാണ് പറയേണ്ടത്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ലൈവായി വന്നിരുന്നിട്ട് ചെറിയ ചെറിയ പണ്ട് വത്തക്ക പറഞ്ഞതുപോലെ, പണ്ടൊരു വത്തക്ക ആരോപണം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ കുറച്ച് ഭാഗം കാണിക്കുകയും ബാക്കി കാണണമെങ്കിൽ കാശ് അടച്ചിട്ട് അപ്പുറത്തേക്ക് വരൂ എന്ന് വിളിക്കുന്ന ഒരുപാട് പ്രവണതകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതോ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഏതോ ലിങ്ക്, അതായത് ബാൻ ചെയ്ത ലിങ്കുകൾ, അപ്പൊ ബാൻ ചെയ്ത ലിങ്കുകൾ ഇവരെങ്ങനെ തുറന്നു കണ്ടു? ഇതെല്ലാം അവിടെ ഇരിക്കവേ ഒരു ബാനും ഇല്ലാതെ ഇൻസ്റ്റാഗ്രാം വെറുതെ നമ്മളിങ്ങനെ റീൽസ് കാണുന്ന കൂട്ടത്തിൽ വരുന്ന നഗ്നതകളെല്ലാം ഇവിടെ പലരും കാണിച്ച് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട്. ആ ഒരിടത്തിൽ ഇത്തരത്തിൽ ഒന്നും ചെയ്യാതെ അവരവരുടെ ജോലിയാണ് അഭിനയം എന്ന് പറയുന്നത്. ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി അവരവരുടെ പ്രസവം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാം. മറ്റു പല രതി നിർവേദം എന്ന ചിത്രത്തിൽ അത് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. അതല്ലാതെ ഈ പറയുന്ന തരത്തിലൊന്നും അവർ ചെയ്തിട്ടില്ല എന്ന് ഏതൊരു മലയാളിക്കും അറിയാവുന്നതാണ്. പിന്നൊന്ന് കാമസൂത്രയുടെ പരസ്യത്തിൽ, കോണ്ടത്തിന്റെ പരസ്യത്തിൽ അവർ അഭിനയിച്ചു എന്ന്. അപ്പൊ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. ഇന്നിപ്പോ ഈ വാർത്ത വന്നതിന് ശേഷം ജസ്റ്റ് സെർച്ച് ചെയ്ത് അത് കണ്ടു. എത്ര ഭംഗിയായിട്ടാണ് അവരതിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞത് കണ്ടിരുന്നോ ആ പരസ്യം? എത്ര ഭംഗിയായിട്ട്. എന്താ ഈ കോണ്ട ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണോ? അത് ആൾക്കാരിൽ അതിന്റെ അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പൗരനെന്ന നിലയിൽ ഒരു കടമയും കൂടെയാണ്, അല്ലേ? അപ്പോ ഒരു സ്ത്രീക്കെതിരെ ഇത്ര മോശമായ രീതിയിൽ ആരോപണം ഉന്നയിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരാൾക്ക് ഇവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അവരെ ഒരു വേറൊരു ഇമേജിലേക്ക് തള്ളിവിടാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇപ്പോൾ റദ്ദാക്കി എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഇവർക്കെതിരെ ആരോപിച്ച ആ ആരോപണങ്ങളിലൂടെ പണമുണ്ടാക്കുന്ന നിരവധി സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. എന്നാൽ അവർക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആരോപണത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും ആളുകൾക്ക് വരും. കാരണം അവർ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ത്രീയാണ്. അവസാനം പാനലിൽ രണ്ടുപേരുള്ളത്, ഒന്ന് ശ്വേതാ മേനോനും ഒന്ന് ദേവനുമാണ്. അപ്പം അതിലേക്ക് എത്തുമ്പോൾ തന്നെ ശ്വേതയ്ക്ക് വോട്ട് കിട്ടി ശ്വേത ജയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിൽ അത് പിടിക്കാത്ത ആളുകളൊക്കെ, അതായത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ പല പിടിപാടുകളുമുള്ള പലതരത്തിൽ ഉന്നത സ്വാധീനമുള്ള ആളുകളാണ് ഈ സിനിമാ മേഖലയും രാഷ്ട്രീയവും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ. അപ്പം അതുകൊണ്ട് തന്നെ ശ്വേതയ്ക്കെതിരെ ഒരു ആരോപണം വരിക എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് അങ്ങനെ സംശയിക്കാം. പക്ഷേ ഒന്നുകിൽ ആരെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ടാമതൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, സാധ്യത എന്ന് പറയുന്നത്, മാർട്ടിൻ മാനാച്ചേരി എന്ന് പറയുന്ന ഇയാൾ കൊടുത്തത്, എനിക്ക് തോന്നുന്നു പരാതി കൊടുത്തത് മാർച്ച് 1-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. ഞാൻ മനഃപൂർവ്വം അയാളുടെ പേര് പറയാത്തത്, കാരണം പറഞ്ഞ് നമ്മൾ അയാൾക്ക് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കണം. അല്ല, പ്രശസ്തിയല്ല, അയാളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മാർച്ച് 1-ാം തീയതി ഈ പുള്ളി പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന് ശേഷം പോലീസ് കേസെടുക്കുന്നില്ല. അതിനുശേഷം ഇദ്ദേഹം കൊച്ചി കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുന്നു. കൊച്ചി കമ്മീഷണറും ഈ പരാതി വാങ്ങി പരിശോധിച്ചതിന് ശേഷം കേസെടുക്കുന്നില്ല. തുടർന്നാണ് ഇദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. കോടതിയാണ് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, നിങ്ങൾ എന്താണ് കേസെടുക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് കേസെടുക്കാൻ ഉത്തരവിടുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു, പക്ഷേ ഈ കോടതി ഈ പരാതിയുടെ ഉള്ളടക്കം കൃത്യമായി നോക്കിയില്ലേ എന്നൊരു സംശയം എന്നിലുണ്ട്. കാരണം പല കോടതികളിലേക്കും നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ആ കേസ് എടുക്കാത്ത ഒരു പ്രവണത പോലീസിനുണ്ട്. അത്തരത്തിലുള്ള പ്രവണതയാണ് എന്ന് കരുതി കോടതി നിർബന്ധമായിട്ടും ഈ ഒരു കേസ് പരിശോധിച്ചിട്ട് കേസ് എടുക്കൂ, FIR ഇടൂ എന്ന് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനം അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള കേസെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചിട്ടുള്ളത്. ഏതൊരു മനുഷ്യനെയും ഇങ്ങനെ കേസിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് ഒരു യാഥാർത്ഥ്യം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ, ശ്വേതാ മേനോൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു, കോണ്ടത്തിന്റെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു. ഈ പരസ്യം പല പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്.
അതിന് ശ്വേതാ മേനോൻ എന്താണ് ഉത്തരവാദി? അല്ല, പോൺ സൈറ്റിൽ പിന്നെ തിരുവാതിര കളിയാണോ അല്ല, അതൊരു ചോദ്യമാണ്. പക്ഷേ അങ്ങനെ പോൺ സൈറ്റിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ശ്വേതാ മേനോൻ അല്ല അതിന്റെ ഉത്തരവാദി. ആ പരസ്യം നിർമ്മിച്ച നിർമ്മാതാവ്, ആ പരസ്യത്തിന്റെ സംവിധായകൻ, അത് വിതരണം ചെയ്ത വിതരണക്കാരൻ, ഇവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യമുള്ളത്. അതിൽ അഭിനയിച്ച നടനം നടിക്കും എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അപ്പൊ അവിടെ ഒന്ന്. രണ്ടാമത്തത്, ശ്വേതാ മേനോന്റെ ഇത്തരത്തിലുള്ള പരസ്യം കുട്ടികൾ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം ഹാഷ്മി ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം, കുട്ടികൾ എന്തിനാണ് ഇതൊക്കെ കാണാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, അല്ല ഞാനും കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ഇത് കാണാൻ പോകുന്നേ? ആള് ആ പരാതിയിൽ കൊടുത്ത ലിങ്കുകൾ പലതും ബാൻ ചെയ്ത സൈറ്റുകളിലുള്ളതാണ്, ഇന്ത്യയിൽ ബാൻ ചെയ്തതാണ്. അതെ, ഇതെല്ലാം ഇയാൾ തുറന്നു പിടിച്ച് കണ്ടിട്ടല്ലേ? കണ്ടിട്ടാണ്. ഒന്നാമത്തെ ഇത്തരം ലിങ്കുകൾ തുറന്നു പിടിച്ച് കാണാൻ പോകരുത് എന്നുള്ളത്. രണ്ട്, ഈ പറയുന്ന ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിർമ്മിച്ച് പോൺ സൈറ്റിലിട്ട് പൈസ ഉണ്ടാക്കി അത് കുട്ടികൾക്ക് വരെ പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും പറയാം. പക്ഷെ ഇതല്ല. ഒന്ന്, ശ്വേതാ മേനോന്റെ പ്രസവ രംഗം എന്താണ് ഷൂട്ട് ചെയ്ത കളിമണ്ണ് എന്ന് പറയുന്ന ബ്ലസ്സിയുടെ സിനിമ, അത് എത്രമാത്രം മനോഹരമായി ആവിഷ്കരിച്ച മാതൃത്വത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മനുഷ്യന്മാരെ മനസ്സിലാക്കുന്ന ഒരു സിനിമയാണത്. അതിനെ ആ തലത്തിൽ കാണാതെ പ്രസവിക്കുന്നിടത്ത് പോലും കാമം കൊണ്ടച്ച് കാണുന്ന കണ്ണോടുകൂടിയാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ കാര്യത്തിൽ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ഒന്ന്, ഈ ഒരു കേസ് കൊടുത്ത ഈ മാർട്ടിൻ എന്ന് പറയുന്നവർ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇയാൾ കൊച്ചിയിലെ ഭൂലോക ഫ്രോഡുകളിൽ ഒരാളാണ്. ഈ പറയുന്ന മാർട്ടിൻ മുൻപ് ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ റിപ്പോർട്ടറായിട്ട് വിലസുകയും പല തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് അവിടെയൊക്കെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് ഞാനിതാ വീഡിയോ എടുത്ത് ഞാനിതാ പുറത്തു വിടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്ന ഭൂലോക ഫ്രോഡാണ് ഈ പറയുന്ന ആര്, മാർട്ടിൻ എന്ന് പറയുന്നത്. ഈ മാർട്ടിനെതിരായി കൊണ്ട് വേറെയും ചില പരാതികൾ പോരുന്നു വന്നിട്ടുണ്ട്. ഒരു ഒന്നോ രണ്ടോ യുവതികൾ രംഗത്തെത്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പ്രമുഖ കേസുമായി ബന്ധപ്പെട്ട്, ഒരു പ്രമുഖ കേസ് എന്ന് ഞാൻ പറയുന്നത് ഒരു പീഡന കേസാണ്. അതിൽ ഈ എന്താണ് മതം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കേസിനകത്ത് ഉണ്ടായിരുന്നു. ആ കേസിനകത്ത് ഒരു പ്രമുഖ പാർട്ടി നേതാവിനെതിരായിക്കൊണ്ട് അയാളുടെ ഭാര്യ നൽകിയ പരാതിയിൽ അവരെ വിളിച്ച് ആദ്യം സഹായിക്കാമെന്ന് പറയുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും അവരിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ടൊരു കേസ് നിലവിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മാർട്ടിൻ മൊനാച്ചേരിക്കെതിരെ നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഫ്രോഡുകളുടെ രാജകുമാരനായ ഒരാൾ വന്ന് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുകയാണ്. അതായത് കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെറ്റ പരിപാടിയും കാണിക്കുന്ന ഒരാൾ. അതെ, മാത്രവുമല്ല ഈ FIR ഇടുന്ന പോലീസുകാർക്ക് ഇതിലൊരു ബോധം ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇത് അതല്ല, കോടതി പറയുന്നു പോലീസ് ചെയ്തു. അത് ഒരു പോലീസുകാരന്റെ ബൈറ്റ് കണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് കോടതി പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു. അല്ല, പക്ഷെ എങ്കിലും കോടതി പറഞ്ഞ് കോടതി ചെയ്തു എന്നാണെങ്കിൽ പോലും ഈ FIR ഇടുന്ന സമയത്ത് അത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിയമോപദേശം തേടിയിട്ട് അതേ കോടതിയെ തന്നെ പോലീസിനെ സമീപിക്കാം. ഈ പരാതിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിൽ FIR ഇടണോ വേണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് അതോറിറ്റിയാണ്, പോലീസ് അതോറിറ്റിക്ക്, അതായത് ഞാൻ മീൻസ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അല്ല, പോലീസ് ഒരു അതോറിറ്റി ആണല്ലോ, അവർക്ക് അവരുടേതായ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഒക്കെ പോലീസിനുണ്ട്. അത്തരത്തിൽ ഒന്നും പോവാതെ നേരെ FIR ഇടുകയാണ് ചെയ്തത്. ഈ ലോകത്തെവിടെയും കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം എന്റെ ഒരു ദൃശ്യം ഞാൻ അറിയാതെ പോയി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പോൺ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനാണോ ഉത്തരവാദി? അങ്ങനെയാണെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ കേസ് എടുക്കേണ്ട എത്ര ആളുകളുണ്ട്? ഇതാണ് ചോദ്യം. കേരളത്തിൽ ഈ പറയുന്ന നഗ്നത വിറ്റ് ജീവിക്കുന്ന എത്രയോ അധികം ആളുകളുണ്ട്. പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരുമുണ്ട്, നമുക്കറിയാം, പല രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആൾക്കാരുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ സ്വന്തം പൈസ, അതായത് സ്വന്തം വീഡിയോ നിർമ്മിച്ച് വെബ്സൈറ്റിലാക്കി സ്വന്തമായിട്ട് ആപ്പ് തുടങ്ങി ആ ആപ്പിൽ പണമടച്ച് എന്താണ് ഈ പറയുന്ന ദൃശ്യങ്ങൾ വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കെതിരെ കേസ് എടുക്കണ്ടേ? അതൊക്കെ റെഡിക്ക് നിയമവിരുദ്ധമാണ്, വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 80K എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയ ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതല്ല പറഞ്ഞ, എനിക്ക് മറ്റൊരു ഡൗട്ട്. ഇത് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നു, ആരും വാങ്ങിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കോ? ഇല്ല. അപ്പോ ഇവർ ഇത് നഗ്നത വിൽക്കുമ്പോൾ അത് വാങ്ങാനും കാണാനും ഈ നാട്ടിൽ ആൾക്കാരുണ്ട്. അതുകൊണ്ടല്ലേ ഇവർ വീണ്ടും വീണ്ടും ഇത് വിൽക്കുന്നത്. എന്നിട്ട് അത് പോയി ഒളിച്ച് കാണുകയും ചെയ്യും. സ്വന്തം പോക്കറ്റിലെ കാശ് കൊടുത്ത് ഒളിച്ചിരുന്ന് കാണുകയും എന്നിട്ട് പകൽ വെളിച്ചത്തിൽ വന്നിരുന്ന് ഇവരെ തെറിപറയുകയും ചെയ്യുന്ന ഈ ഒരു കപട സദാചാരവാദികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ വിറ്റ് പോകുന്നത്. ഇവരുടെ കാശ് വാങ്ങിച്ച് കൊഴുക്കുന്ന ഇവർ തന്നെ, അതായത് ഞരമ്പ് രോഗികളും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായ മല്ലുകളുടെ പൈസ കൊണ്ട് ജീവിക്കുന്നവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവരെ തന്നെ പറയുകയും ചെയ്യും. ഞരമ്പ് രോഗികളായ മല്ലുകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസമാണ് എന്ന് പറയുകയും ചെയ്യും. ഈ ഞരമ്പ് രോഗികളുടെ പൈസ കൊണ്ട് തന്നെ കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇത്തരത്തിലുള്ള
ഇത്തരത്തിൽ എന്ത് പ്രോഡക്റ്റും മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത് അതിന് ആവശ്യക്കാരുള്ളത് കൊണ്ടാണ്. ഒരേ സമയം ഇത് കാണുകയും നേരെ ഇപ്പൊ പറയുന്ന നമ്മുടെ വീഡിയോയുടെ അടിയിൽ വരെ വന്നിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ, നിങ്ങൾക്ക് ഈ മഞ്ഞ വാർത്തകൾ മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന മഹാന്മാരുള്ള നാടാണിത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ തരത്തിൽ എല്ലാത്തിനും ഒരു സൗകര്യമുള്ള സ്ഥലമായിട്ട് നമ്മുടെ നാട് മാറുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഈ കാര്യത്തിൽ, അതായത് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കേണ്ടി വരും, അവരും അതിന്റെ പരിധിയിൽപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പറഞ്ഞ പരാതി കൊടുത്ത വ്യക്തിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയങ്ങൾ വളരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഒരു ആരോപണം വന്നത് ബാബുരാജിന് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന തരത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ തെളിവില്ലാതെ നമുക്ക് ബാബുരാജിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ബാബുരാജിന്റെ പേര് വെറുതെ വലിച്ച്, അതായത് അദ്ദേഹം ഇപ്പൊ അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്ന ഒരാളാണ്. ഇപ്പം ക്രൈം നന്ദകുമാറിന്റെ പേര് വന്നു. ക്രൈം നന്ദകുമാർ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരാളെ വെച്ചുകൊണ്ട് സ്ത്രീക്കെതിരെ പരാതി കൊടുക്കുന്നു, ഇത്തരം വിവരം കെട്ടൊരു കേസ് കൊടുക്കാൻ മാത്രം വിവരമില്ലാത്ത ആളാണ് ക്രൈം നന്ദകുമാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിരന്തരമായ കേസുകൾ കൊടുത്ത്, നിരന്തരമായ കേസുകൾ നടത്തി, സുപ്രീം കോടതിയിൽ വരെ പോയി നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളാണ് ക്രൈം നന്ദകുമാർ. എനിക്കറിയാം, കവിയൂർ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രമുഖനായ നേതാവിനെ വലിച്ചു കീറി ഒട്ടിച്ചത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ക്രൈം നന്ദകുമാറിനൊക്കെ ഒരു പക്ഷേ വെറുതെ ഈ കാര്യം വരുന്ന സമയത്ത് പല ആൾക്കാരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ക്രൈം നന്ദകുമാറിന്റെ പേര് പറഞ്ഞ് അതിനെ മറയ്ക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറയ്ക്കുന്നതാണ്. അല്ലാതെ ക്രൈം നന്ദകുമാർ ഒന്നും ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പോവില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ യുക്തിയും ബുദ്ധിയും നിയമപരമായിട്ടുള്ള അറിവും ഉള്ള മനുഷ്യനാണ് ക്രൈം നന്ദകുമാർ. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? സിനിമയിലെ വേറെ ഏതെങ്കിലും വില്ലന്മാരുണ്ടോ? ഇനി അതല്ല, എനിക്കൊന്ന് പ്രശസ്തനാകണമെന്ന് കരുതിയിട്ട് മാർട്ടിൻ മൊനാച്ചിരി തന്നെ കൊടുത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണം വരേണ്ട കാര്യങ്ങളുണ്ട്. ഇയാൾക്കെതിരെ തന്നെ ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അന്വേഷണം വരേണ്ടതുണ്ട്. എന്തായാലും ഒരു അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നടിക്കെതിരെ ഒരു ദിവസം കൊണ്ട് അവർ മോശക്കാരിയായി മാറുന്ന കാഴ്ച, ഇതെന്താണ് എന്നറിയാത്ത കുറെ അധികം ആളുകൾ ഉണ്ടാവും സമൂഹത്തിൽ. അവർ പറയും എന്താ, ശ്വേതാ മേനോൻ എന്തോ ആരോപണം വന്നായിരുന്നല്ലോ, എന്തോ മറ്റേ ആ രീതിയിൽ സംസാരിക്കും. കമന്റുകൾ കണ്ടിരുന്നു, ഈ വാർത്തകളുടെ കീഴെ വരുന്ന കമന്റുകളിൽ അങ്ങനെയും ഉണ്ട്, ശ്വേതാ മേനോൻ അങ്ങനത്തെ ആളാണ്, സിനിമാക്കാരെല്ലാം അങ്ങനെയാണ് എന്ന രീതിയിലുള്ള കമന്റുകളും ഉണ്ട്. പിന്നെ പല ഓൺലൈൻ ചാനലുകളും നോക്കുമ്പോൾ ശ്വേതാ മേനോൻ ഈ പറയുന്ന പോൺ നിർമ്മിച്ചു, പോൺ വിറ്റു, പിന്നെ വേശ്യാലയം നടത്തി എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള തമ്പനയിലൊക്കെ കാണുന്ന ആളുകൾ, ന്യൂസ് കാണാത്ത ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സ്ത്രീയുടെ മാനം, ഒരു സ്ത്രീയുടെ അന്തസ്, ഒരു സ്ത്രീയുടെ അവർക്ക് മാന്യമായും അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം, ഇതിനെയൊക്കെ ഹനിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അയാൾ അപ്പം കുറ്റവാളിയാണ്. അങ്ങനത്തെ ഒരു കാര്യം കൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിരുന്നു. എന്തായാലും ശ്വേതാ മേനോനെതിരെ ഈ കേസ് വളരെ ദുർബലമായ കേസാണ്, അനാവശ്യമായ കേസാണ്, ഒരു സ്ത്രീക്കെതിരെയും ആരും ചെയ്യാൻ പാടില്ലാത്ത കേസാണ്. ഈ കേസെടുത്ത പോലീസും അത് റദ്ദാക്കിയ ഹൈക്കോടതിയും ഇവിടെ ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്.